പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 1-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. സങ്കീർത്തനം തുടക്കം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപദേശത്തോടും നിർദ്ദേശത്തോടും ഒരു കൽപ്പനയോടും കൂടെയാണ്. എന്തുകൊണ്ട് കൽപ്പന എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം മനുഷ്യൻ ചെയ്യരുത് ചെയ്യണം എന്ന് പറയുന്ന ചില നിബന്ധനകൾ തിരുവചനത്തിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കും. ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം ആദമിനോടും ഹവയോടും ആദ്യമായി പറയുന്ന ചില നിർദ്ദേശങ്ങളും നിബന്ധനകളും ഉണ്ടായിരുന്നു. അതിലിങ്ങനെയായിരുന്നു: ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും അരുത് എന്നാണ് മനുഷ്യജാതിയോട് യഹോവയായ ദൈവം ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സീനായ് മലയിൽ വെച്ച് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് യഹോവയുടെ ന്യായപ്രമാണ കൽപ്പനകളെ കൊടുക്കുമ്പോൾ അവിടെയും 10 കൽപ്പനകൾ എന്ന് നാം വായിക്കുന്ന ചിലതിലൊക്കെ അരുത് എന്ന് നാം കാണുന്നുണ്ട്. അതൊന്ന്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നൊക്കെയുള്ള നിബന്ധനകൾ, കൽപ്പനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയൊക്കെ യഹോവ തൻ്റെ ജനത്തോട് പറയുന്നത് അരുത് എന്നുള്ളതാണ്. ഇവിടെ 1-ാം സങ്കീർത്തനം ഇത് ആരെഴുതിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഇത് ദാവീദിന്റെ സങ്കീർത്തനമെന്ന് നാം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ശലോമോന്റെ സങ്കീർത്തനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ തലക്കെട്ടിൽ അതൊന്നും കാണുന്നില്ല. തിരുവചനത്തിൽ 150 സങ്കീർത്തനങ്ങളിൽ പ്രാരംഭമായി കൊടുത്തിരിക്കുന്ന സങ്കീർത്തനത്തിൽ ദൈവം തൻ്റെ ഭക്തന്മാരോട് പറയുന്ന ചില കൽപ്പനകളെയാണ് കാണുവാൻ സാധിക്കുന്നത്. ആത്മീയമായും ദൈവവചനത്തിൽ കൂടെ ചിന്തിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യന് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ പറ്റിയുള്ള ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. അതിൽ ആദ്യമായിട്ടുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്നുള്ളതാണ്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്നുള്ളത് വിശുദ്ധന്മാർക്ക് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ ദൈവം അരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ്. ചില അരുതുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്നത്, വിശ്വാസികളായ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണകൂടരുത് എന്നാണ്. അപ്പോൾ ചില അരുതുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാബല്യത്തിൽ വരുത്തണം. ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. ദൈവം നോ പറയുന്നത്, വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രാവർത്തികമാക്കുവാൻ ഇടയാകാതെ ദൈവ വചനത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന്റെ അനുഗ്രഹങ്ങളെ പറ്റി പിന്നീട് നാം വായിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നമ്മോട് പറയുന്ന ചില അരുതുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധിയോടും വേർപാടോടും ദൈവഭക്തിയോടും ദൈവകൃപയോടും ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.